ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള പുറം ഭാഗം നല്ല മുരുമുരാന്നിരിക്കുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഉള്ളിവടയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 5 സവോള നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് തിന്നായിട്ട് വരത്തക്ക രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് പാടില്ല. കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് കട്ടി കൂടി പോകാനും പാടില്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുമ്പോഴത്തേക്കും ചേർന്ന് കിടക്കുന്ന സവാളയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ സവാള ഒന്ന് സോഫ്റ്റായിട്ട് സവാളയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങി കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് എത്ര ഉള്ളിവടയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്. നമ്മൾ ഈ ഒരു പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഉള്ളിവടയ്ക്ക് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള അതേ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകിൽ മൈദയും കടലമാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കടലമാവും മൈദയും രണ്ടും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ മൈദയും പകുതി അളവിൽ കടലമാവും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയ്ക്ക് പകരമായിട്ട് കടലമാവ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൈദ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സവാളയുടെ ആ ഒരു നനവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് വിരൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള സവാള എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയവും ഒരല്പം വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയൊക്കെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം വേഗാതെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഉള്ളിവട ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിവടയൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവിലും ഉള്ളിവടയൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉള്ളിവടയൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.